കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എല്ലാവരുടെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. തുടർമാനമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളാണ് ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ ആഴ്ച 10-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുവാനായിട്ടിടയായത്. 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാര്യം യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങി നിന്ന സുവിശേഷം ജാതികളിലേക്ക് കയറുന്ന, ജാതികളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന ഒരു അധ്യായമാണല്ലോ 10-ാമത്തെ അധ്യായം. അതുകൊണ്ട് തന്നെ ഒരു വലിയ തുടക്കമായിരുന്നു 10-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടത്. പത്രോസിന് അതുവരെ ഇല്ലാത്ത ഒരു കാഴ്ചപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് പത്രോസിനെ നയിക്കുകയും ദൈവം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ആ സുവിശേഷം അവിടെ കൊണ്ടെത്തിച്ചു. ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് മുന്നമേ അറിയിക്കാതെ ആ സമയത്ത് ദൈവത്തിന് ചെയ്യാനുള്ളത് അതിന്റെ റൈറ്റ് ടൈമിൽ ചെയ്യുന്നത് 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യന്മാർക്കോ അപ്പോസ്തലന്മാർക്കോ ഒന്നും നേരത്തെ വെളിപ്പെട്ട് കിട്ടാഞ്ഞ ഒരു മർമ്മമായിരുന്നു. പ്രവാചകന്മാരിലൂടെ ഒക്കെ അനേക പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ സുവിശേഷം ജാതികളിലേക്ക് എത്തി. ജാതികളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ഔട്ട് പോറിങ് നടക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേല് പതിക്കുകയും അതിനുശേഷം അവരെ സ്നാനപ്പെടുത്തുകയും ദൈവസഭയോടുകൂടെ ചേർക്കുകയും ചെയ്ത ആ ഭാഗങ്ങളൊക്കെ ആയിരുന്നു 10-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചത്. 11-ാമത്തെ അധ്യായത്തില് അതിനുശേഷം പത്രോസ് തിരിച്ച്, എനിക്ക് തോന്നുന്നു പത്രോസിന്റെ മനസ്സിനകത്ത് ഈ കാര്യങ്ങളൊക്കെ നടന്നുവെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും വലിയ വ്യക്തതയോ നേരത്തെ പ്ലാൻ ചെയ്തോ ഒന്നും അല്ലല്ലോ പത്രോസ് അവിടെ പോയത്. അപ്പോഴവിടെ ദൈവത്തിന്റെ പ്രവൃത്തി താൻ കണ്ടു, അവരെ സ്നാനപ്പെടുത്തി. പത്രോസ് മടങ്ങി പിന്നെയും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നപ്പോൾ, യെരൂശലേമിൽ എത്തിയപ്പോൾ പത്രോസിനുണ്ടായ ഒരു സ്വീകരണം, പത്രോസിനുണ്ടായ അവിടെ ഉണ്ടായ ഒരു റെസിസ്റ്റൻസ്, അതാണ് 11-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കുന്നത്. ഇന്ന് കുറച്ചുകൂടെ നേരത്തെ നിർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ഇവിടെ നമ്മളായിരിക്കുന്ന സ്ഥലത്തിന് ബ്രാൻസ്വിക്കിലെ ടൈമൊക്കെ ഇപ്പം 10:45 ആയി ഓൾമോസ്റ്റ്. അപ്പോൾ അധികം കണ്ടിന്യൂ ചെയ്ത് ബൈബിൾ സ്റ്റഡി ഇത്രയും ലേറ്റായിട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം അത് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഇത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോഴേ ഈ പത്രോസ് യെരൂശലേമിലേക്ക് വന്നപ്പോൾ പത്രോസിനെ ആദ്യം അവിടെ ജാതികളുടെ ഇടയിൽ സുവിശേഷം എത്തി എന്ന് കേട്ടപ്പോൾ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്ന പരിച്ഛേദനക്കാർ, ഇവര് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാര്യം അവരെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. നേരത്തെ ഈ പല അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ സുവിശേഷത്തിന്റെ ഒരു ട്രാൻസിഷൻ ഒരു യഹൂദയിൽ മാത്രം ഒതുങ്ങി നിന്ന, എബ്രായ ഭാഷ മാത്രം സംസാരിക്കുന്നവരിൽ നിന്ന് ഗ്രീക്ക് സംസാരിക്കുന്നവരിലേക്ക് എത്തി, യഹൂദയിൽ മാത്രം ഒതുങ്ങി നിന്ന സുവിശേഷം മിക്സഡ് ആയിട്ടുള്ള ശമരിയയിലെത്തി. യഹൂദൻ മാത്രമല്ലാതെ ജാതികളുമായിട്ട് കൂടിക്കലർന്ന ശമരിയയിൽ സുവിശേഷം എത്തി. അതിനുശേഷം ജാതികളുടെ ഇടയിൽ സുവിശേഷം എത്തി. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇത് യഹൂദന്മാരെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അതുവരെയുള്ള അവരുടെ ചിന്ത യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരു രക്ഷയാണ്, അല്ലെങ്കിൽ മതത്തിലുള്ളവർക്ക് മാത്രമേ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് മശീഹ വന്നത്. അപ്പൊ ഈ വിടുതലെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട്, ജാതികൾക്ക് ഇതിനകത്ത് യാതൊരു പാർട്ടിസിപ്പേഷനും ഉണ്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ 2-ാം വാക്യം. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷണം ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസിനോട് പത്രോസ് ഇവരുടെ അടുത്ത് വന്നപ്പോഴേ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാര്യം അവരെ സംബന്ധിച്ച് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജാതികളോടുകൂടെ പത്രോസ് പോയി ഭക്ഷണം കഴിക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു.
അപ്പൊ തുടർന്നുള്ള ഭാഗം നാം വായിച്ചാല് അവിടെ നടന്ന സംഭവങ്ങൾ നാം 10-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ച കാര്യങ്ങളാണ് തുടർന്ന് പത്രോസ് അവരോട് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് അവരുടെ അടുക്കൽ പോയി, എന്തുകൊണ്ട് അവരെ സ്നാനപ്പെടുത്തി എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് അതിന്റെ 4-ാമത്തെ വാക്യം തൊട്ട് പത്രോസ് വായിക്കുന്നത്. അതൊന്ന് വായിച്ച് അങ്ങ് പോകാൻ നമുക്കതൊന്ന് വായിച്ചോളൂ. അതിന്റെ 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം 4 തൊട്ട് 16 വരെ. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്: ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. അതിന് ഞാൻ, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസരിയിൽ നിന്ന് എൻ്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീടിന്റെ മുമ്പിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടുവെന്നും, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. കർത്താവ് ചില കാര്യങ്ങളൊക്കെ, ചില സാഹചര്യത്തില് ചില വാക്യങ്ങളൊക്കെ നമ്മുടെ ഓർപ്പിക്കുന്നത്, ആ സാഹചര്യം പത്രോസ് അവരെ സ്നാനം കഴിപ്പിക്കുവാനായിട്ടുള്ള കാരണം പറഞ്ഞത്, പത്രോസ് ദൈവം പറഞ്ഞത്, കർത്താവ് പറഞ്ഞ ഒരു വാക്യം താൻ ഓർക്കുവാനായിട്ടിടയായി. നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അതുകൊണ്ടാണ് പത്രോസ് അവിടെ കൊർന്നല്യോസിനെയും കുടുംബത്തെയും സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായത്. പക്ഷെ അതിന്റെ 17-ാമത്തെ വാക്യമാണ് വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം. അവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ തന്നെ ദാനത്തെ അവർക്ക് ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആർ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും പല കാര്യത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് തടുക്കുന്ന ഒരു സമൂഹം. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പത്രോസ് ഇവിടെ വളരെ ഭയന്നാണ് ഇവരുടെ അടുത്ത് നിൽക്കുന്നത്. കാര്യം പത്രോസിന് തന്നെ ഇതിന്റെ ഒരു ഫുൾ ഡോക്ട്രിൻസ് ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അതാണെന്ന് അറിഞ്ഞ് താൻ അങ്ങനെ ചെയ്തു. ഇവിടെ വന്ന് ഈ ചരിത്രങ്ങളൊക്കെ ഇവരോട് വിവരിച്ച് പറയുകയാണ്. പത്രോസിന്റെ കൂടെയും കുറച്ച് യഹൂദന്മാർ വന്നതുകൊണ്ട് അവരും പത്രോസിന് സപ്പോർട്ടായിട്ട്, പത്രോസിന് സാക്ഷികളായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ അവരുടെ നടുവിൽ നിന്ന് പത്രോസ് പറയുന്ന ഒരു കാര്യം, സഹോദരന്മാരെ, ഈ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിന്റെ മേല് തടുക്കുവാൻ തക്കോണം, ദൈവത്തിന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ തക്കോണം ഞാൻ ആര്? ഹല്ലേലൂയ. അപ്പൊ പത്രോസിന്റെ ഈ ഒരു വാക്ക് കേട്ടപ്പോഴ് അവിടെ കൂടി നിന്ന ഈ യഹൂദന്മാരെല്ലാം അവർ മിണ്ടാതെയായി, അവരെല്ലാം സൈലന്റായി. എന്നിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ഭാഗം ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഈ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചർച്ചിൽ ഒരു വലിയ വിഷയം ഉണ്ടാവുക. ഒരു അപ്പ് നടന്നു കഴിഞ്ഞാൽ ഉടനെ വേറൊരു പ്രോബ്ലം, വേറൊരു ഇഷ്യൂ ചർച്ചിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ജാതികളുടെ ഇടയിൽ സുവിശേഷത്തിന്റെ വാതിൽ ഓപ്പൺ ആയി എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്, വലിയൊരു സംഭവമാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ദൈവസഭയില് ഒരു തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവരുടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം യഹൂദന്മാരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുവാനായിട്ടിടയായി. ഏറെക്കുറെ ആൾക്കാര് പത്രോസിന്റെ വാക്ക് വിശ്വസിച്ചുവെങ്കിലും ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
ഇതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഇവരുടെ മനസ്സിനകത്ത് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇരുന്നത് കൊണ്ടാണ് ഗലാത്യ ലേഖനത്തില് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് മറ്റൊരു സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിച്ചു പോകും. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള കാര്യം. ഇവിടെ പത്രോസ് ഈ കാര്യം പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും തീർന്നില്ല. അതിനും കണ്ടിന്യൂഷനായിട്ട് യഹൂദന്മാര് ഈ ഒരു വിഷയം കൊണ്ടുപോയി എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ്. അതിനെ പിന്നെ പൗലോസ് ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നത് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോഴ് ഇവിടെ പൗലോസും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഡീൽ ചെയ്യുകയാണ്. കാര്യം ഇങ്ങനെയുള്ള ഒരു വിഷയം വന്നപ്പോൾ, ജാതികളുടെ ഇടയിൽ സുവിശേഷം വന്നപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു വലിയ ഭിന്നതയുണ്ടായി. ഇവരുടെ ഇടയില് യഹൂദന്മാർക്ക് മാത്രമേ രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ, യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മശീഹ വന്നത് എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരുന്നു ഇതില് ഭൂരിഭാഗം പേരും. ഈവൻ അപ്പോസ്തലന്മാര് പോലും അങ്ങനെയായിരുന്നു. ഈ 10-ാം അധ്യായത്തിലെ ഈ വിഷയത്തിന് ശേഷമാണ് അവരുടെ കണ്ണ് തുറക്കുകയും അവര് ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഈ ജാതികളെ എങ്ങനെ ചർച്ചയിൽ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഈ അപ്പോസ്തലന്മാരുടെ നടുവിൽ. കാര്യം യേശു വന്നത്, യേശുവിനെ മശിഹയാന്ന് യഹൂദന്മാരിൽ ഭൂരിഭാഗം പേരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വിഷയമായിരുന്നു ഇവർക്ക് ജാതികൾക്കും യഹൂദൻ അല്ലെങ്കിൽ യേശു മശിഹയാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന്നും നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നത്തെ സഭകളിലും പല സഭകളിലും ഈ ഒരു ഡിസ്ക്രിമിനേഷനോടുകൂടെയാണ് പല ചർച്ചസും ഉണ്ടാകുവാനായിട്ട് ഇടയായത്. കാര്യം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത് വാസ്തവമായും അതൊരു വലിയൊരു വിഷയമാണ്. ഇന്നത്തെ ചർച്ചസിലാണെങ്കിൽ പോലും അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വലിയ ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഈ സുവിശേഷത്തിന്റെ യാത്ര ചെയ്യുന്നത്, സുവിശേഷം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്, ഞാനൊന്ന് ഒരു മാപ്പ് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ അതിന്റെ 19-ാമത്തെ അധ്യായത്തില് അന്ത്യോക്യയിലെ സഭയുടെ വളർച്ചയെക്കുറിച്ച് നമുക്ക് അവിടെ കാണാം. ഈ സ്തേഫാനോസിന്റെ മരണത്തിന്റെ ശേഷം, സ്തേഫാനോസിനുണ്ടായ ഈ പെർസിക്യൂഷന് ശേഷം ചർച്ചസിലെ അത് യഹൂദയിൽ നിന്ന് വിശുദ്ധന്മാർ പല സ്ഥലങ്ങളിലേക്ക് കടന്നു എന്ന് സുവിശേഷം സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ സുവിശേഷം സംസാരിച്ച പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ പോയി. അവര് സഞ്ചരിച്ചതോടൊപ്പം തന്നെ സുവിശേഷവും അവിടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. ഓക്കെ, അപ്പൊ ഈ ഫൊയ്നീക്യ എന്നുള്ള ഈ സ്ഥലമാണ് ഈ കാണുന്ന, ഈ മാർക്ക് ചെയ്തേക്കുന്നത്. എന്റെ കൾച്ചർ കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെയാണ് ഈ യെസബേലിന്റെ ജന്മസ്ഥലം. ഇവിടെയാണ് ഒരുപാട് ബാലും ഇങ്ങനെയുള്ള പേഗൻ റിലീജിയസിനൊക്കെ ഒരുപാട്
പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടൊക്കെ ഈ സ്തേഫാനോസിന്റെ ഒരു വലിയ കീ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്തേഫാനോസിന്റെ പ്രോസിക്യൂഷൻ കാരണമാണ് അവിടുന്ന് ഒരുപാട് യഹൂദന്മാര്, വിശ്വാസികള് അവർ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു. പക്ഷെ അവരുടെയും മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അവരിവിടെ വന്നു. അടുത്ത ഈ ഇതിനകത്ത് സൈപ്രസ്, അന്ത്യോക്യ, ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അതിന്റെ 20-ാമത്തെ വാക്യത്തില് അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. അപ്പൊ അവരാദ്യം യഹൂദന്മാരോടാണ് സുവിശേഷം പറഞ്ഞതെങ്കിലും അവിടെ ജാതികൾ ഈ സുവിശേഷം കേട്ട് അവരും ഈ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ ജാതികളും സുവിശേഷം കേട്ട് കർത്താവിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദൈവസഭയ്ക്ക് വളർച്ചയുണ്ടായി. അവിടെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. സുവിശേഷത്തിന് പവറുണ്ട്. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമാണെങ്കിലും നമുക്ക് പലപ്പോഴും നാം വിചാരിക്കുന്നതിലുമൊക്കെ അപ്പുറത്ത് സുവിശേഷത്തിന് ക്രിയകൾ ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്പൊ ദൈവത്തിന്റെ കരം കൂടെ ഉള്ളത് കൊണ്ട് സുവിശേഷം കേട്ടവരിൽ അനേകര് കർത്താവിലേക്ക് തിരിയുവാനായിട്ടിടയായി. നേരത്തെ നാം ചിന്തിച്ചതുപോലെ ഇപ്പൊ ഇതിനകത്തൊക്കെ ദൈവത്തിന്റെ ഒരു കരമായിരുന്നു ഇന്ന സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം എത്തണമെന്നുള്ളത്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കാര്യം, സുവിശേഷം ട്രാവൽ ചെയ്യുന്ന ഒരു പാത്താണ്. യെരുശലേമിൽ തുടങ്ങി അവിടുന്ന് ഈ നോർത്തിലേക്ക് ഈ സുവിശേഷം ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ വന്നു, പിന്നെ അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയിൽ നിന്ന് ഇവിടെയും കുറെ സൈപ്രസില്, കുപ്രോസ് ദ്വീപിലും കുറെ വിശ്വാസികൾ ഉണ്ടായി. അങ്ങനെ ഒരു വലിയ കൂട്ടം അവരുടെ നടുവിലുണ്ടായി. 22-ാമത്തെ വാക്യത്തില് ഇവരെ കുറിച്ചുള്ള വർത്തമാനം യെരുശലേമിൽ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അപ്പൊ പുതിയൊരു വ്യക്തിയെ അവിടെ പരിചയപ്പെടുത്തുകയാണ് ബർന്നബാസ്. എന്തിനാണ്? സുവിശേഷം എല്ലാവരും പറയുവാനായിട്ട് കഴിയും, എങ്കിലും അവിടെ ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പ് വേണമെന്നുള്ളത് അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു. കാര്യം ദൈവവചനം അതിൻ്റെതായ വ്യക്തതയോടുകൂടെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബർന്നബാസ് എന്ന വ്യക്തിയെ ഇങ്ങോട്ട് അയക്കുവാനായിട്ടിടയായി. ഈ ബർന്നബാസിനെ കുറിച്ച് അല്പം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം. ആരാണ് ബർന്നബാസ്? ബർന്നബാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തില് അതിന്റെ അവസാന ഭാഗത്ത് ബർന്നബാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രബോധനപുത്രൻ എന്നറിയപ്പെടുന്ന ബർന്നബാസ്, 4-ാം അധ്യായത്തിന് 36-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലൻ മറുപേര് വിളിച്ച കുപ്ര ദ്വീപുകാരനായ ജോസഫ് എന്നുള്ള ഈ ലേവ്യൻ. അപ്പൊ എന്തിനാ ബർന്നബാസിനെ ഇങ്ങോട്ട് അയച്ചു എന്ന് ചോദിച്ചാൽ, ബർന്നബാസ് ഈ ഗ്രീക്ക് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഇവിടെ ഒക്കെ നടക്കുന്ന റിവൈവലിന് ഗ്രീക്കാണ് മെയിനായിട്ടുള്ള ലാംഗ്വേജ്. ഈ ഗ്രീക്കുകാരെ സത്യത്തെ മോൾഡ് ചെയ്യപ്പെട്ടത് ഈ 5-ാം അധ്യായത്തിലെ അവിടുത്തെ സഭയിലെ വിഷയം കാരണമാണ്. അവിടെ ഇവരെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ 7 പേരെ തെരഞ്ഞെടുത്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിക്കുവാനായിട്ടിടയിൽ. അങ്ങനെ 7 പേരെ തെരഞ്ഞെടുത്തതിൽ 7 പേരും ഗ്രീക്കുകാരായിരുന്നു, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അതിലൊന്നായിരുന്നു സ്തേഫാനോസും ഫിലിപ്പോസും ഒക്കെ. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ബർന്നബാസ്. അപ്പൊ ബർന്നബാസ് ഈ സ്ഥലങ്ങളിൽ വന്നു. ഈ സ്ഥലത്തിൽ വന്ന സമയത്ത് ബർന്നബാസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പുള്ളിയെ കുറിച്ച് പറയുന്നത്, പുള്ളി പ്രബോധനപുത്രനായിരുന്നു. പുള്ളി ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്കും തോന്നി, ഈ ദിവസങ്ങളിൽ ദൈവസഭകളിലൊക്കെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന കുറെ ആൾക്കാർ ഉള്ളത് നല്ലതായിരിക്കും. അങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെയൊക്കെ പല പ്രിയപ്പെട്ടവരും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പലരുടെയും വിശ്വാസമൊക്കെ ക്ഷീണിക്കുമ്പോൾ അവരുടെ നടുവില് ആരെങ്കിലും ഒക്കെ അവരെ എൻകറേജ് ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ ഈ ബർന്നബാസിന്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ബർന്നബാസ് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ജാതികളൊക്കെ ഈ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ റൈറ്റ് ആയിട്ടുള്ള ഒരാളിനെയാണ് അപ്പോസ്തലന്മാർ ഇങ്ങോട്ട് അയച്ചത്. ഇദ്ദേഹത്തിന്റെ പേരാണ് ബർന്നബാസ്. അപ്പൊ ബർന്നബാസ് അന്ത്യോക്യയിൽ വന്നു.
അവിടെ ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ബർന്നബാസ് സന്തോഷിച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്താൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അതിനുശേഷം താൻ ചെയ്ത വലിയൊരു കാര്യമാണ്, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നുവെന്ന് വളരെ പുരുഷാരം കർത്താവിനോടുകൂടെ ചേർന്നു. ബർന്നബാസ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു മാറ്റമുണ്ടായി. ബർന്നബാസിന്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു. ബർന്നബാസ് അവിടെ ചെന്ന് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, അവൻ ദൈവവചനം പഠിപ്പിച്ചു. ദൈവവചനം പഠിപ്പിക്കുകയും ദൈവവചനത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അനേകരെ കർത്താവിലേക്ക് ചേരുവാനായിട്ട് ഇടയായി. അതിനുശേഷം ബർന്നബാസ് ചെയ്ത മറ്റൊരു കാര്യമാണ്, അവിടെ ശൗലിനെ തെരയുവാനായിട്ട് ഇടയായി. അതിന്റെ 29 വാക്യം വായിച്ചു. അവൻ ശൗലിനെ തിരുവാൻ തർസൂസിലേക്ക് പോയി, അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു വെളിപ്പാട് തന്നെയാണ് അപ്പോസ്തലന്മാർ ഇങ്ങോട്ട് അയച്ചതെങ്കിലും ബർന്നബാസിന് ദൈവം കൊടുത്ത ഒരു വെളിപ്പാട് അനുസരിച്ച് ചില ആൾക്കാരുടെ ചിലയിടങ്ങളിൽ പ്രയോജനപ്പെടുമെന്ന് ഒരു വെളിപ്പാടിൽ, അതാണ് ഒരു ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി. ദൈവസഭയുടെ വളർച്ചയ്ക്കാണെങ്കിലും എല്ലാവരിലും എല്ലാം കാണത്തില്ല. പല ദൈവദാസന്മാർ, പല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ദൈവസഭയെ പണിയുന്നത്. ആദിമ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഈ ദൈവസഭ പണിയപ്പെട്ടത്. കാര്യം ഇതിനകത്ത് ഓരോ വ്യക്തികളെയും അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അവിടെ ബർന്നബാസ് അവിടെ വന്നപ്പോൾ ബർന്നബാസിന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ദൈവാത്മാവ് കൊടുത്ത ഒരു ദർശനമാണ്. ഈ പൗലോസ് അന്ന് വലിയ ശുശ്രൂഷകനൊന്നും അല്ല. ശൗല് താന് ദൈവവചനം പഠിച്ച് അല്ലെങ്കിൽ വലിയ ജ്ഞാനവും അറിവും ഒക്കെ ഉള്ള വ്യക്തികളായിരുന്നെങ്കിൽ പോലും ഈ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പൗലോസിന് കഴിയും. എങ്കിലും ആ ബർന്നബാസിന്റെ ഒരു വെളിപ്പാടാണ് പൗലോസിനെ ഈ ശുശ്രൂഷയിലേക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത്. അങ്ങനെ പൗലോസിനെ അന്വേഷിച്ചിട്ട് ബർന്നബാസ് പോകുന്നതാണ് 29 വാക്യത്തിൽ നാം കാണുന്നത്. തുടർന്ന് വായിച്ചു. അവൻ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അടുത്ത ഒരു കാര്യം പറയുന്നത്, പൗലോസിനെ കണ്ടുകെട്ടി കൊണ്ടുവന്നതിന് ശേഷം അവിടെ ചെയ്ത മറ്റൊരു കാര്യം, അവര് 1 വർഷം മുഴുവനും സഭായോഗങ്ങളിൽ കൂടി. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നൊരു കുഴപ്പം, പലരെയും ദൈവസഭയിൽ കൊണ്ടുവരും, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചർച്ചിന്റെ കൂട്ടായ്മയിൽ നിന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പണിയപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് ഒരുപാട് കാര്യങ്ങളിൽ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. പൗലോസിന് തിയോളജിക്കലായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പൗലോസിനെ ഈ 1 വർഷം ഈ ദൈവവചനവും ഈ ദൈവസഭയുടെ ആ ഒരു ചട്ടക്കൂടിലേക്കൊന്ന് മെനഞ്ഞു കൊണ്ടുവരുവാനായിട്ട് ദൈവം അവിടെ 1 വർഷം എടുത്തു. 1 വർഷം അവർ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു, ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അവിടെയാണ് പിൽക്കാലത്ത് യെരുശലേമിലാണ് ദൈവപ്രവൃത്തി അല്ലെങ്കിൽ വലിയ ആത്മപകർച്ച നടന്നതെങ്കിലും അന്ത്യോക്യ ആയി മാറി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു എപ്പി സെന്ററായിട്ട് അന്ത്യോക്യ മാറുവാനായിട്ടിടയായി. അതിനുശേഷം വളരെ ദൈവപ്രവൃത്തികൾ അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇവര് മറ്റൊരു കാര്യം പഠിപ്പിച്ചത്, അവർ ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ സഭയിലുണ്ടായ വേറൊരു വിഷയമായിരുന്നു, യഹൂദനെ സംബന്ധിച്ച് മോശ കൊടുത്തിട്ടുള്ള ചട്ടപ്രകാരം ആചാരപ്രകാരം ഒക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. കുറെ ഡിസിപ്ലിൻസ് ഒക്കെ അവർക്കുണ്ടായിരുന്നു. 613 നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിനകത്ത് കുറെ നിയമങ്ങൾ അവരുടെ ആഹാരത്തെക്കുറിച്ചും അവരുടെ മറ്റു രീതികളെ കുറിച്ചും ഒക്കെ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. യഹൂദന് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അവന്റെ ലൈഫിനെ കുറിച്ച്. പക്ഷെ ജാതികൾക്ക് ഈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവർ പഠിച്ചു വരേണ്ടത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത അവരുടെ ജീവിതത്തിൽ വേണമെന്നുള്ളത്.
ഇത് പറയുമ്പോൾ തന്നെ അപ്പൊ ഈ ജാതികളെ അക്സെപ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൗലോസ് ബർണബാസും ഒക്കെ ഇവരെ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. 27-ാമത്തെ വാക്യം, 27-28. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അവിടെ പ്രവാചകന്മാർ അവിടെ വന്ന് പ്രവചിക്കുവാനായിട്ടിടയായി. അപ്പൊ ഈ പ്രവചിച്ച ഒരു കാര്യം അവിടെ വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അപ്പോസ്തല പ്രവൃത്തികളിലെല്ലാം ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനകത്ത് ദൈവത്തിനൊരു ഒരു ഒരു പുറകിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായ ഈ ക്ഷാമത്തിനകത്തും ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ ഈ ക്ഷാമത്തിലൂടെ ദൈവത്തിന് എന്താണ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ക്ഷാമം ഇവിടെ ഉണ്ടായതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഈ ക്ഷാമം ഇത്രയും വളരെ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഈ ക്ഷാമത്തെ കുറിച്ചൊരു പ്രവാചകൻ വന്ന് പറയുകയും ഈ ക്ഷാമം ഇതിനകത്ത് രേഖപ്പെടുത്തുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ദൈവത്തിനെല്ലാം അറിയാം. കർത്താവിന്റെ ആ ഒരു ജ്ഞാനത്തില് കർത്താവിന് അറിയാം. ഓരോരുത്തരെയും മനുഷ്യന്റെ ഹൃദയത്തിനകത്തൂടെ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാം. ഈ ക്ഷാമം ഉണ്ടായത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഈ ക്ഷാമം ഉണ്ടായപ്പോൾ എവിടുന്നാണ് സഹായം എവിടേക്കാണ് ചെന്നതെന്നുള്ള ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ അന്ത്യോക്യയിലെ സഭ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ല, അതിനേക്കാൾ കൂടുതൽ ജാതികള് വിശ്വാസത്തിലേക്ക് വന്ന സഭയിൽ നിന്ന് യഹൂദന്മാരുടെ സഭയിലേക്ക് ഒരു സഹായം കൊണ്ടുപോവുക. ഹല്ലേലൂയ. നേരത്തെ കാര്യങ്ങൾ തിയോളജി ഒക്കെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞാലും അവർക്കൊരിക്കലും യഹൂദനെ സംബന്ധിച്ച് അവരേറ്റവും തരം താഴ്ന്ന ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. തുടർന്ന് വായിച്ചു നോക്കുമ്പോൾ അറിയാം, പലതരത്തിലുള്ള യഹൂദന്മാർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇത് കാരണമായി തീരുന്നത് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ കമ്മിങ് ടു ദ പോയിന്റ്, അപ്പൊ ഈ റേസിസത്തിനെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ വെച്ച ഒരു ക്ഷാമമായിരുന്നു ഈ ഒരു ക്ഷാമം എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. കാര്യം അതുകൊണ്ടാണ് അത് വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതിയത്. അപ്പൊ ചിലരോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ തിയോളജി, നമ്മുടെ ബുദ്ധിയിൽ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും നാം അതിനകത്തോട്ടൊന്ന് ഇഴുകിച്ചേരത്തില്ല. ചില നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന് അതിന്റെ പുറയിലൊരു പർപ്പസ് ഉണ്ടായിരിക്കും, ദൈവത്തിന്റെ ഒരു പ്ലാൻ. പലപ്പോഴും നമ്മൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകത്തില്ല. അന്ന് ആ ക്ഷാമത്തില് യഹൂദന്മാർക്ക് സഹായമായത് ജാതികളുടെ സഭയിൽ നിന്ന് വന്ന സപ്പോർട്ടാണ്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ സഭകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്തൊക്കെ തരത്തിലുള്ള റേസിസം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിനകത്തോട്ടൊന്നും കയറുന്നില്ല. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും സഭകളിലും ഇന്ന് പെന്തക്കോസ്ത് സഭയിലാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഡിനോമിനേഷൻ ഡിഫറൻസ് അല്ല ഞാൻ പറയുന്നത്. നമ്മൾ കളറിന്റെയും ബാക്ക്ഗ്രൗണ്ടിന്റെയും ഒക്കെ പുറത്തില് നമ്മൾ ഒരുപാട് റേസിസം നമ്മുടെ ഇടയിലൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് നമ്മളെ ഇതുപോലെ ആയിരുന്നു യഹൂദന്മാർ കൺസിഡർ ചെയ്തിരുന്നെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. കാര്യം അന്ന് പൗലോസിന്റെ കാലത്ത് 2 സഭകളേ ഉള്ളൂ. ഒന്ന് യഹൂദന്റെ സഭയും അല്ലെങ്കിൽ സർക്കംസൈസ്ഡ് ആയിട്ടുള്ള അവരുടെ സഭയും ജാതികളുടെ സഭയും. ആ ജാതികളിലായിരുന്നു നമ്മളെല്ലാം. അന്ന് നമ്മൾ യഹൂദനെ കുറ്റം പറയുമായിരുന്നു, അവര് നമ്മളുടെ അടുത്ത് ഡിസ്ക്രിമിനേഷൻ കാണിക്കുമെന്ന്. ഇന്ന് നമ്മൾ ഒരുപാട് പേരോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇവിടെയാണെങ്കിലും പല ചർച്ചസിലും ഒക്കെ കളറൊക്കെ അനുസരിച്ച് നമ്മൾ പലരോടും ഡിസ്ക്രിമിനേഷൻ കാണിക്കാറുണ്ട്. എന്നാൽ ഇതിനെ പൊളിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പർപ്പസ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്ഷാമം ഇവിടെ കൊണ്ടുവരുവാനായിട്ട് ഇടയായത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, 2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആ വലിയ പ്ലാനില് നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന ഈ റേസിസത്തിന്റെ മതിലുകളൊക്കെ ഇടിച്ചു കളയുന്ന വലിയൊരു പ്ലാൻ ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും ഇതുവരെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് അതൊന്നും ഇടിഞ്ഞു പോയിട്ടില്ല. യഹൂദനെ സംബന്ധിച്ചും അതേ പ്രശ്നമായിരുന്നു. പത്രോസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴ് അവിടെ ജാതികളുടെ കൊർന്നല്യോസിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇവന്മാരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇവന്മാർ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വിചാരിക്കും സ്നാനപ്പെട്ടിട്ടല്ലേ അഭിഷേകം പ്രാപിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇവിടെ കാര്യം സ്നാനപ്പെടുത്തത്തില്ലായിരുന്നു, അഭിഷേകം പ്രാപിച്ചില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ആത്മപകർച്ച ഉണ്ടാകുവാനായിട്ടിടയത്. അപ്പൊ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിനെ പൊളിക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തില് പൗലോസ് അതിന്റെ 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളോടൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന് നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. പൗലോസ് പറയാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ജാതികളായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ജാതികളോട് സുവിശേഷം പറയുമ്പോഴാണ് ഇവരോട് പറയുന്നത് നിങ്ങൾ ജാതികളായിരുന്നു എന്നുള്ള ഒരു സത്യം നിങ്ങൾ മറക്കരുത്. ഇസ്രായേൽ പൗരതയോട് നിങ്ങൾ ബന്ധമില്ലാത്തവരായിരുന്നു, നിങ്ങൾ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളല്ലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ അവകാശങ്ങളെല്ലാം ഉണ്ടായത്. ഹല്ലേലൂയ. അപ്പോഴ് എന്താണ് ഇതിന്റെ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ അകത്തുള്ള ഈ റേസിസം ഒക്കെ ഒന്ന് ഉടയണം. ഈ റേസിസം ഒക്കെ ഒന്ന് ഉടഞ്ഞാൽ, ഈ ഭിന്നതയൊക്കെ ഒന്ന് ഉടഞ്ഞാൽ ദൈവത്തിന്റെ ആ പ്രവൃത്തി നടക്കുവാനായിട്ടിടയാകും. ദൈവം ഇതിനെയൊക്കെ എന്തിനാ ഉടച്ചതെന്ന് ചോദിച്ചാൽ, എന്നെങ്കിലും സുവിശേഷം മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ ഇത് ഉടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അന്ന് ആ സുവിശേഷം അവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിന്നേനെ. ഇന്ന് ഈ കാണുന്ന ഇത്രയും പേർ, നമ്മൾ ഉൾപ്പെടെയുള്ളവരാരും സുവിശേഷം കേൾക്കത്തുമില്ലായിരുന്നു, ഇതിനകത്ത് വരത്തുമില്ലായിരുന്നു. ഈ മാനവജാതിയെ മുഴുവൻ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഈ അവിടെ ക്ഷാമം ഉണ്ടാകുകയും യഹൂദന്മാർ ഈ ജാതികളുടെ സഭ യഹൂദന്മാരുടെ സഭയ്ക്ക് സപ്പോർട്ടായിട്ട് ചെല്ലുന്ന ഒരവസ്ഥ. എന്നിട്ടും അവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയാത്ത വലിയൊരു സമൂഹമായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അപ്പോഴ് ഇന്ന് കേട്ട ആ തിരുവചനം, ദൈവത്തിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ അതൊരിക്കലും നമുക്ക് മറന്നു പോകരുത്. നമ്മളെ പലയിടത്തും പല സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുന്നതിനകത്തും ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിനകത്ത് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, ആകുലതകളുണ്ട്, ഇതെല്ലാം ഉണ്ടായിരിക്കാം. പലപ്പോഴും അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മളോട് ദൈവം കൈമാറത്തില്ല. ഈ പത്രോസിന്റെ ലൈഫ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരുടെ ഓരോരുത്തരുടെയും ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കണക്ട് ചെയ്യേണ്ടവരോട് കണക്ട് ചെയ്യുകയും അവരെയൊക്കെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ആണ് ദൈവം ദൈവത്തിന്റെ സഭയെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലൂ പ്രിന്റ് എല്ലാവരുടെയും കയ്യിൽ കൊടുത്താൽ പലപ്പോഴും അത് അവരുടേതായി മാറുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടിയിട്ട്, ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരിലൂടെയാണ് ദൈവത്തിന്റെ സഭയെ പണിയുന്നത്. സുവിശേഷം ഇന്നും അനേകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷം എത്താത്തിടത്തൊക്കെ ആ ബൗണ്ടറീസിനെയൊക്കെ ദൈവം ഉടച്ച് പല സാഹചര്യങ്ങൾ, പല വിഷയങ്ങളിലൂടെയൊക്കെ ആ സുവിശേഷം ചെല്ലേണ്ടടുത്തൊക്കെ ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സുവിശേഷം എത്രയോ കാലങ്ങൾ മുമ്പേ ഈ സുവിശേഷം നമ്മുടെ നാട്ടിലൊക്കെ കടന്നു പോകുവാനായിട്ടിടയായി. ഇനിയും അനേകരും കർത്താവിലേക്ക് ചേർന്നിട്ടില്ല. അനേകർക്കും അങ്ങനെ വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവരോടൊക്കെ സുവിശേഷം പറയുവാനുള്ള ഒരു വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എങ്കിൽ തന്നെയും എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല, എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ അകത്തു നിന്നുള്ള ആ ചട്ടക്കൂടുകൾ, ഈ യഹൂദന ഉണ്ടായിരുന്നത് പോലെയുള്ള പിടിവാശികളൊക്കെ കളഞ്ഞ്
ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ ഒന്ന് സംരക്ഷിച്ചു കൊടുക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ ഉപയോഗിക്കട്ടെ. പലപ്പോഴും നമ്മുടെ പിടിവാശിയാണ് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാതെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.